ആദി, ഡാ, നീ എന്താണ് ബസ്സിന് പോകാന്ന് പറഞ്ഞത്? നിന്റെ വണ്ടി ഇവിടെ? ഒന്നും പറയണ്ടടാ, ഒരു തെണ്ടിക്കാരൻ എന്റെ വണ്ടി വർക്ക്ഷോപ്പിലാ. തെണ്ടിയോ? ഏത് തെണ്ടി? ഒരലവലാതി. എവിടെ നോക്കിയാലോ വണ്ടി ഓടിക്കുന്നത്? കണ്ണ് കാണൂലേ? അതന്നാടി എനിക്ക് നിന്നോട് ചോദിക്കുന്നത്. രണ്ട് ക്രിക്കറ്റ് ബോൾ ഉണ്ട കണ്ടല്ലോ, നിനക്ക് കണ്ണ് കാണില്ലായിരുന്നോ? ഓ, അതെ, നിന്നൊക്കെ പോണ്ട എന്താ രാവിലെ തന്നെ പുട്ടിട്ട് ഇറങ്ങിക്കോളൂ. താൻ എന്റെ വണ്ടി വന്നിടിച്ചിട്ട് താൻ എന്നെ തന്നെ കുറ്റം പറഞ്ഞതോ? വണ്ടി വന്നിടിച്ചത് ഒരു റോങ് സൈഡിലേക്ക് വണ്ടി എടുത്തോ പോയത് അവളെ എന്നെ പഠിപ്പിക്കാൻ വരാം. അല്ലെങ്കിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ പെമ്പിള്ളാരുടെ റോട്ടുമ്മലേക്ക് വണ്ടി കൊണ്ടിറങ്ങിയ തുഴയുന്ന മാതിരി വണ്ടി ഓടിക്കുക. എടി ഓടിക്കാനല്ലെങ്കിൽ നീയൊക്കെ പിന്നെ എന്തിനാടി വണ്ടി കൊണ്ടിറങ്ങുന്നത്? വീട്ടിലിരുത്താ പോരെ? താൻ അങ്ങനെ ഞങ്ങളെ വീട്ടിലിരുത്താൻ നോക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ആമ്പിള്ളേർക്കുള്ള സ്വഭാവം. റോഡ് എന്ന് പറഞ്ഞ ജംബോ സർക്കസ് ആണ് വിചാരം. വണ്ടി കൊണ്ട് സർക്കസ് കളിക്കാൻ ഇറങ്ങിക്കോളും. ഇവിടെ തനിക്ക് കണ്ണ് കാണില്ലേ? അവിടെ സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചിട്ടാൻ കണ്ടിട്ടില്ലേ? അതിനേക്കാളും സ്പീഡിൽ വണ്ടി ഓടിച്ച് വന്നാൽ പോയാൽ എന്റെ വണ്ടിക്ക് വന്ന് അടിച്ചിട്ട് എന്റെ വണ്ടിക്ക് ഡാമേജ് ഉണ്ടാക്കി അയാൾ എന്നെ പഠിപ്പിക്കാൻ വരാം. മര്യാദയ്ക്ക് പൈസ തന്നിട്ട് താവിടുന്ന് പോയാൽ മതി. എന്റെ പട്ടി തരും പൈസ. നിന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ടാണ് നിന്റെ വണ്ടിക്ക് ഡാമേജ് ഉണ്ടായത്. അല്ല, നിങ്ങൾ പെമ്പിള്ളേർ സ്ഥിര സ്വഭാവമാണത് ഞങ്ങൾ ആമ്പിള്ളേർ ഊറ്റി ജീവിക്കുക എന്നുള്ളത്. ആരുടെ ഊറ്റി ജീവിച്ചത്? ആരുടെ ഊറ്റി ജീവിച്ചത്? അല്ല, നിങ്ങൾ ആമ്പിള്ളേർക്കുള്ള സ്വഭാവം. നിങ്ങളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചെന്നാൽ അത് അംഗീകരിക്കാതെ അത് ഞങ്ങളെ പെമ്പിള്ളേർ തന്നെ കെട്ടിവെക്കാൻ നോക്കാന്നുള്ളത്. അയ്യോ, ഇവിടെ കെട്ടിവെക്കാൻ നോക്കിയതൊന്നല്ല, തെറ്റ് പറ്റില്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ പെമ്പിള്ളേർക്ക് ഇല്ലല്ലോ, അത് അംഗീകരിക്കൂല. അപ്പൊ മുതലക്കണ്ണിന് കാണിച്ച ആൾക്കാരെ അങ്ങോട്ട് വീഴ്ത്തു. അതെ അതെ, എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം? സാർ, ഇയാൾ വണ്ടി നോക്കാതെ വന്ന് ഓടിച്ചിട്ട് എന്റെ വണ്ടിക്ക് ഡാമേജ് വരുത്തി. സാർ, എന്റെ ഭാഗത്ത് സാർ, ഇവിടെ ഭാഗത്തെ മിസ്റ്റേക്ക്. റോങ് സൈഡിൽ വണ്ടി ഓടിച്ചാൽ സാർ പ്രശ്നം ഉണ്ടായത്. സാർ, എന്റെ ഭാഗത്താ സാർ, ഇയാളുടെ ഭാഗത്തെ മിസ്റ്റേക്ക്. അതെ, നിർത്തിക്കേ. നിങ്ങളെ രണ്ടാളെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഈ വഴി വണ്ടികൾ വരാൻ പാടില്ലെന്ന് അവിടെ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ച് രണ്ടും കണ്ടിട്ടില്ലായിരുന്നോ? അത് സോറി സാർ, പെട്ടെന്ന് ഇങ്ങോട്ട് കേറിയപ്പോ കണ്ടില്ല. സോറി സാർ. അപ്പൊ അങ്ങനെ രണ്ടാളും ഇവിടെ നിർത്തണോ അതല്ല ബാക്കി അടിപിടി നമുക്ക് സ്റ്റേഷനിൽ തുടങ്ങണോ? വേണ്ട സാർ. എന്നാ വണ്ടി എടുത്ത് പോയേ. സാർ, അതിന് ഈ വണ്ടിയിൽ ഞാൻ എങ്ങനെ പോയത്? അത്രമാത്രം ഡാമേജ് ആയിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇയാൾക്ക് വണ്ടി നന്നാക്കാനുള്ള കാശ് തരണം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഓഫീസിൽ എത്താനുള്ള ഒരു വഴി കാണിച്ചു തരണം. താനൊരു കാര്യം ചെയ്യും, താൻ ആ കുട്ടിക്ക് ലിഫ്റ്റ് കൊടുക്ക്. അയ്യോ, ഞാൻ അങ്ങനെ കണ്ണ് കണ്ടോമാരെ വണ്ടി കയറുന്നില്ല. അല്ലെങ്കിൽ തന്നെ പിന്നെ വണ്ടി കയറ്റും. താനൊരു കാര്യം ചെയ്യും, ആ കുട്ടിക്ക് ഒരു ക്യാബ് വിളിച്ചു കൊടുക്ക്. എന്തിന് സാർ? അവളെ വണ്ടിക്ക് മാത്രമല്ല എന്റെ വണ്ടിക്ക് ഡാമേജ് ഉണ്ടാക്കിയാണല്ലോ. അപ്പൊ അവളെ തിരിച്ച് ഇങ്ങോട്ടേക്ക് നഷ്ടപരിഹാരം തരണം. തന്റെ വണ്ടിക്ക് ഡാമേജ് ഉണ്ടായത് തന്റെ കയ്യിലിരിപ്പോണ്ടാണ്. നിങ്ങൾ രണ്ടാളും കാര്യം ചെയ്യും, നിങ്ങൾക്ക് രണ്ടാക്കും ഞാനൊരു ലിഫ്റ്റ് തരാം. അയ്യോ, അതൊക്കെ സാറിന് വലിയ ബുദ്ധിമുട്ടാവൂലേ? അയ്യോ, ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട്. വാ, രണ്ടും കൂടെ വാ, നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ കണ്ടിട്ട് വരാം. അയ്യോ സാർ, വേണ്ട സാർ, വേണ്ട. അല്ലെങ്കിൽ തന്നെ വിവരമില്ലായ്മ കുറ്റമല്ലോ. അതുകൊണ്ട് ഞാൻ വിവരദോഷിക്ക് ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു. അതെ സാർ, ഈ ബുദ്ധിയില്ലായ്മ തെറ്റല്ലോ. അതുകൊണ്ട് ഞാൻ ഈ മണ്ടനെ ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു. ആണല്ലോ, എന്നാൽ രണ്ടൊരു ക്യാബ് വിളിച്ച് പോയിക്കോ. വണ്ടി ഞാനിവിടെ വർക്ക്ഷോപ്പിൽ എത്തിച്ചോളാം. ഞാൻ രണ്ടിന്റെ ഡീറ്റെയിൽസ് കൊണ്ടാ അവര് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. പേരെന്താ? ആദി കൃഷ്ണ. തന്റെ പേര്? ആദിലക്ഷ്മി. ഓ, പേരിലുള്ള ഒത്തരമ സ്വഭാവത്തിലില്ലല്ലോ. എന്തായാലും പൊക്കോ. ഇവിടെ പേരും നമ്പറും കൊടുത്തുന്നല്ലോ, വർക്ക്ഷോപ്പിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. എങ്ങോട്ടാണ് തള്ളിക്കയറി വരുന്നത്? ഇത് ഞാൻ വിളിച്ച ടാക്സിയാണ്. അതങ്ങ് പള്ളി പോയി പറഞ്ഞത്. ഈ ടാക്സി ഞാനാണ് ആദ്യം വിളിച്ചത്. ഞാനാണ് ആദ്യം വിളിച്ചത്. അല്ല, ഞാനാണ് ആദ്യം വിളിച്ചത്. എന്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾ കേറുണ്ടെങ്കിൽ കയറ്, അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്. അത് കേൾക്കേണ്ട താമസം. രണ്ടും കൂടി രണ്ട് ഡോറിനുള്ളിൽ കൂടെ ചാടി പിടിച്ച് കയറിക്കാൻ. ചേട്ടാ, വിഷ്വൽ വണ്ടർലാൻഡ്. ചേട്ടാ, ഡ്രീം വ്യൂവേഴ്സ്. ചേട്ടാ, ഈ ടാക്സി ഞാനാണ് വിളിച്ചത്, അപ്പം വിഷ്വൽ വണ്ടർലാൻഡ്. ചേട്ടാ, ഈ ടാക്സി വിളിച്ചത് ഞാനാണ്, അതുകൊണ്ട് ഡ്രീം വ്യൂവേഴ്സ്. എന്റെ പൊന്നു പിള്ളേരെ, അത് രണ്ടും ഒരേ സ്ഥലത്താണ്, ഒരേ കോമ്പൗണ്ടിലെ രണ്ട് ബിൽഡിംഗ് ആണ്. നിങ്ങൾക്ക് രണ്ടാക്കൂടെ എത്തിച്ചെന്നാ പോരപ്പോ? കൊണ്ടാലും മതി. പൊട്ടിട്ട് ഇറങ്ങിയ രാവിലെ തന്നെ ആലവലാതി. ഏതാണ് മാക്രി തലയിൽ? എന്നെ കണ്ടതോടുകൂടി ഇന്നത്തെ ദിവസം പോയെന്നാ തോന്നുന്നത്. എങ്ങോട്ടാണ് ഒട്ടി കൊണ്ട് വരുന്നത്? ഒരവസാനം കിട്ടി അപ്പം വന്ന ഒട്ടിയും കൊണ്ട്. അയ്യോ, ഒട്ടാൻ പറ്റിയൊരു ചളുക്ക് ഒന്ന് പോടി നടന്നു. പിന്നെ പറയണ്ടല്ലോ, അതിന്റെ ബാക്കി പത്രം ആ ടാക്സിനുള്ളിൽ വെച്ചിട്ടായിരുന്നു. രണ്ടിന്റെ അടി സഹിക്കാൻ കഴിയാതെ ടാക്സിക്കാരെ വഴിയിൽ ഇറക്കി വിടുകയും ചെയ്തു. ഓഹോ, ഈ മരപ്പട്ടിനെ കണ്ടപ്പോ തുടങ്ങിയ എന്റെ കഷ്ടകാലം.
പിന്നെ നിന്നെ കണ്ടപ്പോ തൊട്ട് എനിക്ക് രാജയോഗമാണല്ലോ. ഓഹ്, എവിടെ നാട് നീ കുറ്റം പറിച്ചു വരുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ പെമ്പിള്ളാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആണുങ്ങൾക്ക് തലവേദനാണ്. ഓ, നിങ്ങൾ ആമ്പിള്ളാർ പിന്നെ അടിപൊളിയാണല്ലോ. നിങ്ങളെ സഞ്ചരിക്കുന്ന ഡിസാസ്റ്ററാണ്. അങ്ങനെ അവര് വീണ്ടും തുടങ്ങി. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും, ഇവരെന്തിനാ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഈ ആൺപിള്ളാര് പെമ്പിള്ളാര് പറയുന്ന ആവശ്യം, ഇവർക്ക് ഇവരെ കാര്യം പറഞ്ഞാൽ പോലെ എന്നുള്ളത്. അല്ല, അവരങ്ങനെ പറയില്ല. പുട്ടിൽ തേങ്ങ ഇടുന്ന പോലെ അവർക്കത് പറഞ്ഞുകൊണ്ട് നിൽക്കണം. അതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്, ഒരു കാരണവുമുണ്ട്. അതറിയണമെങ്കിൽ ആദ്യം ഇവരാരാന്നുള്ളത് അറിയണം. ഇതാണ് ആദി കൃഷ്ണ എന്ന ആദി, ഇതാണ് ആദി ലക്ഷ്മി എന്ന ആമിയും. ഇരുവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആദി ഒരു സ്ത്രീ വിരോധിയാണ്, ആമി ഒരു പുരുഷ വിരോധിയുമാണ്. എന്താണ് അവർക്ക് അങ്ങനെ ഒരു വിരോധത്തിന് കാരണമുണ്ടായതെന്ന് ഒന്ന് അന്വേഷിച്ച് ചകഞ്ഞു നോക്കുകയാണെങ്കിൽ അതിനവരുടെ കുട്ടിക്കാലത്തേക്ക് തന്നെ പോകേണ്ടി വരും. നമുക്കുണ്ടായിരുന്ന പല ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ, പല പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന പല ഇഷ്ടക്കേടുകൾ, അതിൻ്റെ ഒക്കെ കാരണങ്ങൾ നമ്മൾ പലപ്പോഴും അന്വേഷിച്ച് പോകുമ്പോൾ അതിന് നമ്മളെ കുട്ടിക്കാലമായിട്ട് നല്ല ബന്ധം കാണും. ചെറുപ്പത്തിൽ നമുക്കുണ്ടായ ചില അനുഭവങ്ങൾ, ചില ദുരനുഭവങ്ങൾ, അല്ലെങ്കിൽ ചിലർ പറഞ്ഞ വാക്കുകൾ, അല്ലെങ്കിൽ ചില പ്രവർത്തികൾ, അതുമൂലം നമുക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷെ ഉണങ്ങണമെന്നുണ്ടാവില്ല. ശരീരത്തിനൊരു മുറിവേറ്റ ഒരു പക്ഷെ അത് ഉണങ്ങിപ്പോകും. പക്ഷെ മനസ്സിനൊരു മുറിവ് ബാധിച്ചാൽ അത് ഉണങ്ങാതെ വ്രണമായി ചിലപ്പോൾ മനസ്സിൽ തന്നെ കിടന്നെന്ന് വരാം. കടലിലേക്ക് എറിഞ്ഞ കല്ലുകൾ പോലെ. പണ്ടൊരു മോട്ടിവേഷണൽ സ്പീച്ചിൽ കേട്ടതായിരുന്നു, നമ്മൾ ഒരാളോട് പറയുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കടലിലേക്ക് എറിഞ്ഞ കല്ലുകൾ പോലെ ആയിരിക്കുന്നുള്ളത്. കടലിലേക്ക് നമ്മളൊരു കല്ലെടുത്ത് എറിയുമ്പോൾ അത് എത്ര ആഴത്തിലേക്ക് പോകുന്നുണ്ടെന്ന് നമുക്കറിയില്ല. അത് എത്ര കാലം ആ കടലിൽ കിടക്കുന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ തന്നെയാണ് ചിലരുടെ വാക്കുകളും. നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഉദ്ദേശത്തിലായിരിക്കില്ല പറഞ്ഞത്, പക്ഷെ ആ വാക്കുകൾ അയാളെ മനസ്സിൽ എത്ര ആഴത്തിൽ പതിച്ചിട്ടുണ്ടാവുന്നോ, അത് എത്ര കാലം അവിടെ കിടക്കുന്നുള്ളതോ നമുക്കറിയില്ല. വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ച് യൂസ് ചെയ്യണമെന്ന് പറയുന്നതിന് പിന്നിലെ കാരണം അതാണ്. നമ്മൾ ബാക്ക് ടു സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ ആദിന്റെയും ആമിന്റെയും കാര്യവും അതുപോലെ തന്നെ ആയിരുന്നു. അവർക്കുണ്ടായ ഈ വിരോധത്തിന്റെ കാരണം പോലും അവർക്ക് കുട്ടിക്കാലത്ത് വീടുകളിൽ നിന്നൊക്കെയുണ്ടായ അനുഭവത്തിൽ നിന്ന് തന്നെയായിരുന്നു. ഇരുവരുടെ വീട്ടുകാരും ഒരു പ്രത്യേക ചിന്താഗതിക്കാരായിരുന്നു. പലതിനോടും അവർക്ക് എന്തൊരു അമർഷമായിരുന്നു. ആ അമർഷമാണ് ആമിന്റെയിലും ആദിന്റെയിലും വിരോധങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. ആദ്യം നമുക്ക് ആമിന്റെയിലേക്ക് തന്നെ വരാം. ആമിക്കുണ്ടായിരുന്ന പുരുഷ വിരോധത്തിന്റെ കാരണം അവൾ ചെറുപ്പത്തിൽ കേട്ടതും കണ്ടതുമായ പല കാര്യങ്ങളിൽ നിന്നായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിരുന്നു തന്റെ ഏട്ടന് കിട്ടിയിരുന്ന സ്വാതന്ത്ര്യം തനിക്ക് കിട്ടാതായപ്പോൾ. ഏട്ടന് ചെറുപ്പം തൊട്ട് അവൻ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട കളിക്കൂട്ടുകാരെ കൂടെ കളിക്കാൻ, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകാൻ. പക്ഷെ ഇതെല്ലാം ആമിക്ക് നിഷേധിക്കപ്പെട്ടതായിരുന്നു. കളിക്കൂട്ടുകാരെ കൂടെ കളിക്കാൻ പോകുമ്പോൾ മുത്തശ്ശി തടയാറുണ്ടായിരുന്നു. പാടില്ല, പെൺകുട്ടികൾ അങ്ങനെ പുറത്തു പോയി കളിക്കണ്ട എന്നായിരുന്നു അവരുടെ നിലപാട്. പല സ്ഥലങ്ങളിൽ പോകാനും അവൾക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്തിന്, അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താന്ന് പോലും ആ വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. ഇതിൽ നിന്നൊക്കെ തന്നെ കുഞ്ഞാമിക്ക് കുറച്ച് വിദ്വേഷങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏട്ടന് എന്തും ചെയ്യാം, തനിക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്ത അവളെ മുന്നിൽ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ആമി ഓർക്കുന്നുണ്ടായിരുന്നു, അവളുടെ ഏട്ടന് സ്പോർട്സിൽ സെക്കൻഡ് കിട്ടിയ സമയത്ത് വലിയ ആഘോഷമായിരുന്നു. വീട്ടിൽ പായസം വെക്കുകയും മുത്തശ്ശിയും അച്ഛനും അമ്മയും എല്ലാവരും അവനെ പ്രോത്സാഹിപ്പിച്ചു, അവനെ അഭിനന്ദിച്ചു. എന്നാൽ അതിന്റെ പിറ്റേ ദിവസമായിരുന്നു ആമിക്ക് സ്പോർട്സിൽ ഫസ്റ്റ് കിട്ടിയ സമയത്ത് അവൾക്ക് കിട്ടുന്നത് ശകാരങ്ങളായിരുന്നു. ഒരു അഭിനന്ദനമോ ഒരു പ്രോത്സാഹനമോ, എന്തിന്, ഒരു നല്ല വാക്ക് പോലും ആരും പറഞ്ഞില്ല. പകരം അവര് പറഞ്ഞതെല്ലാം, ഒരു പെൺകുട്ടിയെ നീ തന്നെ ഓടാനും ചാടാനും പോയത്, പെൺകുട്ടികൾ അതിന്റെ ആവശ്യമില്ല, പെൺകുട്ടികൾ അതൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മാർഷൽ ആർട്സുകൾ പഠിക്കാനും ആമിക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ അതും അവർ വിലക്കി. പെൺകുട്ടികൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ഇരുന്നാൽ മതി, പെൺകുട്ടികൾക്ക് പറഞ്ഞ കാര്യമല്ല സ്പോർട്സും മാർഷൽ ആർട്സും എന്നായിരുന്നു അവരുടെ നിലപാട്. അങ്ങനെ തനിക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും അവൾക്ക് നിഷേധിച്ചു. എന്നാൽ ആ കാര്യങ്ങളെല്ലാം ഏട്ടന് ചെയ്യാമായിരുന്നു. അങ്ങനെ ചെറുതും വലുതുമായ പലതും അവൾക്ക് നിഷേധിക്കപ്പെട്ടു. അവളുടെയും അവളുടെ ഏട്ടന്റെയും ഇടയിലെ ഡിസ്ക്രിമിനേഷൻ തന്നെയായിരുന്നു ആമിക്ക് ഏട്ടനോട് വെറുപ്പുണ്ടാവാൻ കാരണം. പതുക്കെ ഏട്ടനോടുള്ള ദേഷ്യം അത് പുരുഷന്മാരുടെ എല്ലാവരുടെയും മാറി. ആമിനെ പോലെ തന്നെ ആദിക്കും പറയാനുണ്ടായിരുന്നു ഒരു കഥ, തന്റെ വിദ്വേഷത്തിന്റെ തുടക്കം വന്ന കഥ. ആമിക്ക് നിഷേധിക്കപ്പെട്ടത് സ്വാതന്ത്ര്യമാണെങ്കിൽ ആദിക്ക് നിഷേധിക്കപ്പെട്ടത് കരുതലായിരുന്നു. തനിക്ക് കിട്ടാത്ത കരുതലും സ്നേഹവും തന്റെ ചേച്ചിക്ക് കിട്ടുന്നത് കണ്ടപ്പോഴായിരുന്നു ആദ്യമായി അവനുള്ളിൽ ദേഷ്യം ഉടലെടുത്തു തുടങ്ങിയത്. ചെറുപ്പത്തിൽ ചേച്ചി കരയുമ്പം എല്ലാവരും അവരെ സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു, കരയല്ലെന്ന് പറയാറുണ്ടായിരുന്നു, കരുതൽ കാണിക്കാറുണ്ടായിരുന്നു, സ്നേഹം കാണിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് ആദിയായിരുന്നു കരയുന്നുണ്ടെങ്കിൽ അവന്റെ അമ്മ അവനെ വഴക്ക് പറയാറായിരുന്നു. ആൺകുട്ടികൾ കരയാൻ പാടില്ല, ആൺകുട്ടികൾ എപ്പോഴും സ്ട്രോങ് ആയി നിൽക്കണം, പെൺകുട്ടികൾ പോലെ ഇങ്ങനെ വീക്ക് ആവാൻ പാടില്ല, കരയാൻ പാടില്ല,
സ്വന്തം വികാരങ്ങൾ പുറത്ത് കാണിക്കാൻ പാടില്ല, എപ്പോഴും സ്ട്രോങ് ആൻഡ് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കണം എന്നായിരുന്നു. പിന്നീട് അവൻ വളർന്നു വലുതായപ്പോൾ ആദിക്ക് ഷെഫ് ആവാനായിരുന്നു ആഗ്രഹം. പാചകം ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളായിരുന്നു ആദി. പക്ഷെ അതിനും അവനക്ക് വിലക്ക് വന്നു. ആൺകുട്ടികൾ പാചകം ചെയ്യാൻ പാടില്ല, ആൺകുട്ടികൾക്ക് പറഞ്ഞ സ്ഥലമല്ല അടുക്കള, ആൺകുട്ടികൾക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നായിരുന്നു അവന്റെ മുത്തശ്ശിന്റെ വീട്ടുകാരുടെ നിലപാട്. പിന്നീട് ആദിക്ക് ഡാൻസ് ചെയ്യാനും വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ പോലും അതിനും അവനെ നിഷേധിച്ചു. ഡാൻസും ആൺകുട്ടികൾ കളിക്കാൻ പാടില്ല എന്നായിരുന്നു അവന്റെ മുത്തശ്ശിന്റെ നിലപാട്. അങ്ങനെ ചെറുതും വലുതുമായ തനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ തനിക്ക് ചെയ്യാൻ പറ്റാത്തത് ചേച്ചി ചെയ്യുന്നത് കാണുമ്പോൾ ആദിക്കും ആമിനെ പോലെ തന്നെ തന്റെ ചേച്ചിനോട് ദേഷ്യം വരാൻ തുടങ്ങി. തന്നെക്കാളും കരുതലും സ്നേഹവും അവളോടാണെന്നുള്ള തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ആ ഒരു തോന്നൽ, ചേച്ചിനോടുള്ള ദേഷ്യം പതുക്കെ സ്ത്രീകളോട് അവനക്കും ആവാൻ തുടങ്ങി. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം കംപ്ലീറ്റ് ആയിട്ട് അവൻ ഏറ്റെടുക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അപ്പോഴും അവന് ചേച്ചിനോട് വിദ്വേഷം തോന്നി തുടങ്ങി. ആമിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ചേച്ചിനോടുള്ള ദേഷ്യത്തിൽ നിന്നും പതുക്കെ ആദിക്ക് സ്ത്രീകളോട് മൊത്തത്തിലായി. ആമിന്റെ കാഴ്ചപ്പാടിൽ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നവരാണ്. അവർക്ക് സ്ത്രീകൾ ഉയർന്നു വരുന്നത് ഇഷ്ടമല്ല. അവർ എപ്പോഴും സ്ത്രീകൾ അവരെ കാൽക്കീഴിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആദിന്റെ കാഴ്ചപ്പാടിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ ഊറ്റി ജീവിക്കുന്നവരാണ്. അവർക്ക് എപ്പോഴും മെലോഡ്രാമ കാണിച്ച് ആൾക്കാരെ വീഴ്ത്താനാണ് അവർക്ക് ഇഷ്ടം. അത്രയും വീക്കായിട്ടുള്ള ആൾക്കാരാണ്. സ്വന്തം കാര്യം ഒറ്റയ്ക്ക് നേടാൻ അറിയില്ല, അതിന് ആരെങ്കിലും കയ്യും കാലും പിടിച്ച് സ്വന്തം കാര്യം നേടാൻ ഏതറ്റം വരെ പോകുന്നവരാണ്. അങ്ങനെ പല മിസ്കൺസെപ്ഷനുകൾ അവർക്ക് ഈ ആണുങ്ങളെ പറ്റിയും പെണ്ണുങ്ങളെ പറ്റിയും തോന്നി തുടങ്ങി. ഒരു തരത്തിൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ചെറുപ്പത്തിൽ അവർക്കുണ്ടായിരുന്ന ട്രോമ, അല്ലെങ്കിൽ അവരിലുണ്ടായ ആ ഒരു ആഴത്തിലേറ്റ മുറിവ്, അതായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു ചിന്താഗതി വരാൻ കാരണം. കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെറുതായി തോന്നുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അതിന് വല്ലാത്ത ആഴമുണ്ടാകും. അതിന് വല്ലാതെ മറ്റൊരാളെ മുറിവേൽപ്പിക്കാനും കഴിയും. ആദിന്റെയും ആമിന്റെയും കാര്യത്തിൽ അത് തന്നെയായിരുന്നു. ഓ, അപ്പൊ അതായിരുന്നു നീ ഇന്നലെ വരാഞ്ഞത്? ആടി, ആ മാറി കാരണം ആ ടാക്സിക്കാരനെ പിടിച്ച് പുറത്തേക്ക് ഇട്ട്. പിന്നെ ഏതെങ്കിലും വണ്ടി വിളിച്ച് പോവാന്ന് പറഞ്ഞാലോ, ആ ധൂമകേത് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഞാൻ ലീവ് വരാന്ന് വിചാരിച്ചു. ഇന്നലെ കാര്യമായിട്ടും സംഭവിച്ചിട്ടില്ലല്ലോ. ഏയ്, എന്നത്തും പോയാ റോബിന് കുറെ ചീത്ത കിട്ടും, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓ, സ്വാഭാവികം. അവന്റെ ബുദ്ധി വെച്ചിട്ട് അവർക്ക് ചീത്ത കേട്ടിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതാ ബസ് വരുന്നുണ്ട്. അല്ല ആമി, അപ്പൊ നീ വീട്ടിലെന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ വീട്ടില് പെട്രോൾ തീർന്നിട്ട് വഴി നിർത്തി വെച്ചാന്നുള്ളതാ. അപ്പം തുടങ്ങിയതാ, എവിടെ വണ്ടി നിർത്തി വെച്ചത്, ഏട്ടൻ പോയി എടുത്തോളൂ, അങ്ങനെ ആക്കിക്കോളൂ, ഇങ്ങനെ ആക്കിക്കോളൂ. അല്ലെങ്കിൽ തന്നെ അവർക്ക് ഞാൻ ജോലിക്ക് വരുന്ന ഇഷ്ടമില്ല, വണ്ടി വാങ്ങിച്ചാൽ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ തന്നെ കമ്പാരിസൺ ആടി. എന്ത് പറഞ്ഞിട്ട് ഏട്ടൻ ചെയ്യുന്ന മാതിരി ആവില്ല, ഏട്ടനാണ് എന്നെക്കാളും നല്ലത്. ഇനി എന്റെ കയ്യിൽ നിന്ന് വണ്ടി ആക്സിഡന്റും കൂടെ ആയെന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട, നമുക്കറിയാലോ മുത്തശ്ശൻ കൂടെ തുടങ്ങും. എല്ലാത്തിനും വണ്ടി എപ്പോഴാണ് കിട്ടുക? അത് ഇന്നോ അല്ലെങ്കിൽ നാളായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. എൻ്റെ കയ്യിൽ കാശുണ്ടോ? ഒപ്പിക്കണം. ഏകദേശം രണ്ടിനടുത്ത് വരുന്നതാണ് പറഞ്ഞത്. ഇപ്പം തന്നെ അമ്മ തുടങ്ങിയിരിക്കുന്നു കറണ്ട് ബില്ല്, മറ്റേ ബില്ല്, മറിച്ചേ ബില്ല് എന്ന് പറഞ്ഞിട്ട് ഓരോ കണക്ക് പറയാൻ. ഞാൻ പറഞ്ഞതാ തൽക്കാലത്തേക്ക് ചേച്ചിനോടൊന്ന് ചോദിക്കാൻ. കടായിട്ട് മതിയടാ, സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാ. അപ്പം തുടങ്ങി അമ്മ, വീട്ടിലെ ചിലവ് പെണ്ണാണോ നടത്തേണ്ടി, പിന്നെ ആണായി നീ എന്തിനാണെന്ന് ചോദിച്ചിട്ട്. നിനക്കറിയാലോ എൻ്റെ വീട്ടിലത്തെ അവസ്ഥ ഒക്കെ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ഉത്തരവാദിത്തങ്ങളും ആണുങ്ങളുടെ അവരെ വിചാരം. എന്തെങ്കിലും ആവട്ടെ. അതാ ബസ് വരുന്നുണ്ട്.
ആർ യു ഓക്കെ? ആ താങ്ക് യു. യു അഗൈൻ? ഈ തൂമക്കേത് ഇവിടെ എത്തിയോ? എടി എടി എടി, നിന്റെ മുഖത്ത് ഈ ബൾബ് പോലത്തെ രണ്ട് ഉണ്ടക്കന്ന് എന്തിനടി? മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനല്ല, മര്യാദയ്ക്ക് നിൽക്കാനല്ലോ. ബസ് കയറി കമ്പി പിടിച്ച് നിൽക്കണം, അല്ലാതെ ഭൂമി കറങ്ങാനല്ല വേണ്ടത്. അതല്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ബുദ്ധി എന്ന സാധനം വേണ്ടേ? അതിനിപ്പോ എന്നെ കുറ്റം പറഞ്ഞ ബസ് പെട്ടെന്ന് ബ്രേക്ക് രണ്ടു കുറ്റണം. അല്ലെങ്കിൽ നിനക്കൊരു കുറ്റമില്ലല്ലോ. എല്ലാ കുറ്റം മറ്റുള്ളവരെ മണ്ടേ വെക്കാനാണ് നിന്റെ ശീലോ. ലുക്ക് മിസ്റ്റർ, ഐ എം സോറി, ഐ എം റിയലി സോറി. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഞാൻ അംഗീകരിക്കും, അല്ലാതെ എനിക്ക് മറ്റുള്ളവരെ പോലെ മിസ്റ്റേക്ക് അംഗീകരിക്കാത്ത പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ എനിക്ക് പിടിക്കാൻ സ്ഥലമൊന്നും കിട്ടിയില്ല. അതിനെല്ലാം എന്നത്തേക്കാണ് ഓടി വരുന്നത്? ഇന്നലെ നീ കാരണം എനിക്ക് ഓഫീസിൽ ലീവായി, ഇന്നിപ്പോ നീ കാരണം. എടി അറിയാൻ മേലാത്തോട് ചോദിക്കാം, നീ ഭൂമിയിലേക്ക് പൊട്ടി പുറപ്പെട്ടത് എന്റെ പുക കാണാനാണ് ഓടി? എന്താ നടക്കുന്നത്? ഫോക അവിടെ നടക്കുന്നത്. എടോ താൻ കാണുന്നില്ല എന്താ നടക്കുന്നത്? സൽമാൻ ഖാൻ എന്റെ എടോ, ഈ പെണ്ണെന്റെ ഷർട്ട് വലിച്ചു കീറി. എന്റെ പൊന്നേട്ട ബ്രേക്ക് ഇട്ടപ്പോൾ അറിയാതെ സംഭവിച്ചു പോയതാണ്, അല്ലാതെ കരുതിക്കൂടി ചെയ്തതൊന്നുമല്ല. മോനെ, ആ കുട്ടികളൊന്നും അറിയാതെ സംഭവിച്ചതല്ലേ. നിനക്ക് ആ ബട്ടൺ കൂടെ ഇട്ട തീർന്നില്ല പ്രശ്നം. അതിന് ബട്ടൺ ഇടാൻ ബട്ടൺ ഇവിടെ ഒരൊറ്റ ബട്ടൺ പോലും ഇവിടെ ബാക്കി വെച്ചിട്ടില്ല. എന്തായാലും ഇതിനൊരു തീരുമാനമാക്കിയിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. പിന്നെ പറയണ്ടല്ലോ, ഒന്ന് പറഞ്ഞ രണ്ട് പറഞ്ഞു, വീണ്ടും അടി. അതോടുകൂടി ബസ് നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തി. ഓ, ഈ രണ്ടെണ്ണം പിന്നെയും വന്നോ? അതെ, ഇവര് 4 പേരുടെ നിൽക്കട്ടെ, ബാക്കി എല്ലാവരും പോയിക്കോ. നിങ്ങളിവിടെ കൂടെ തന്നല്ലേ? എന്നാ പുറത്ത് വെയിറ്റ് ചെയ്യും. എന്താ രണ്ടിന്റെ ഉദ്ദേശം അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം. ഇന്നലെ നിങ്ങൾക്കുള്ള പ്രശ്നം ഞാൻ സോൾവ് ആക്കി വിട്ടതല്ലേ, ഇതൊന്ന് വീണ്ടും വന്നിക്കുന്നു. നിന്നെ കൊണ്ടല്ല പൊതുശല്യം പ്രഖ്യാപിക്കാനായിരിക്കും. കുട്ടിയും തന്റെ ഭാഗത്തുനിന്ന് അറിഞ്ഞിട്ടോ അറിയാതെ സംഭവിച്ചതാണെങ്കിലും അയാൾക്കിപ്പോ ഈ കോലത്തിൽ ഓഫീസിൽ പോകാൻ കഴിയില്ല. അത് അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. സോ താ പോണ വയ്ക്ക് അയാൾക്കും ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാം. ഓക്കെ? പിന്നെ വലിയ വില കൂടി ഷർട്ട് ഒന്നും വാങ്ങിക്കാൻ പലത്. ആ കുട്ടി വാങ്ങിച്ച ഷർട്ട് ഏതാണോ അതിട്ട് പൊക്കോളണ്ടി. രണ്ടും കൂടി കേൾക്കാൻ കൂടി പറയാണ്. ഇനി എങ്ങാനും നിന്റെ ഒക്കെ പേരിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന ഇവിടെ തെളിയാതെ കിടക്കുന്ന എല്ലാ കേസും നിന്റെ ഒക്കെ തല കെട്ടി വെച്ച് രണ്ടിനും സെല്ലിലടയ്ക്കും. മനസ്സിലായല്ലോ? എന്നാ പൊക്കോ. അവസാനം പോലീസുകാരൻ പറഞ്ഞോണ്ട് അവർ യോജിച്ചു. സത്യം പറഞ്ഞാൽ ആദിക്കൊരു ഷർട്ട് വാങ്ങിച്ച് കൊടുക്കാന്ന് പറയുന്നതേ ആമിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നെ ആമി വാങ്ങിച്ചു കൊടുത്ത ഷർട്ട് ആദിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ ഇനിയും കൂടെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറണല്ലോ എന്ന് വിചാരിച്ച് രണ്ടും തൽക്കാലത്തൊക്കെ നടങ്ങി. എടാ നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് മിക്കവാറും അയാളെ വായിരിക്കാൻ കേൾക്കേണ്ടി വരും. അത് ഉറപ്പല്ലേ? ഹായ്, ഗുഡ് മോർണിംഗ് ആദികൃഷ്ണ, ജിതിൻ. ഗുഡ് മോർണിംഗ്. എടാ, അവള് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ നീ കേട്ടില്ലേ? നിന്ന് തിരിച്ചു വരാത്തത്? എന്നെ കൊണ്ടൊന്നും വയ്യ. ഓഹോ, ഇവനെ കൊണ്ടത് അല്ലെങ്കിൽ ഇവനെ പറഞ്ഞൊന്നും കാര്യമില്ല. അതെ, അവിടെ നിന്നേ. ഇത് എങ്ങോട്ടേക്ക് കയറി പോണത്? സമയം ഇപ്പൊ എത്രയായി? 10 മണി. 9 മണിന്റെ ഓഫീസിൽ വരുന്ന ടൈമാണത്? നിങ്ങൾ ചന്തേ, നിങ്ങൾക്ക് തോന്നുമ്പോ കയറി ഇറങ്ങി പോവാൻ. സാർ, സോറി സാർ, അത് ചെറുതായിട്ടൊരു ആക്സിഡന്റ് പറ്റിയതായിരുന്നു. ആക്സിഡന്റോ? എന്താ ആക്സിഡന്റ്? രണ്ടാക്കും കുഴപ്പമൊന്നുമില്ലോ. ഓരോ ഉടായ്പ അകിട്ടുകളെ വന്നോളൂ. അല്ല ആദികൃഷ്ണ, താൻ തന്നെ ലീവ് എടുത്തത്? സാർ, അത് ഒരു പേഴ്സണൽ പ്രോബ്ലം. എന്ത് പേഴ്സണൽ പ്രോബ്ലം? തന്റെ പേഴ്സണൽ പ്രോബ്ലംസും പേഴ്സണൽ ഇഷ്യൂസും ഈ ഓഫീസിന്റെ പുറത്ത്. ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചേ പറ്റൂ. മനസ്സിലായല്ലോ? ആൻഡ് ദീപ്തി, താനാണോ യൂസ്ലെസിനെ കൂടെ പെട്ടത്? സാർ, അത് സോറി സാർ, ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയതായിരുന്നു. ഇറ്റ്സ് ഓക്കെ. അറ്റ്ലീസ്റ്റ് താൻ ജെനുവിൻ ആയിട്ട് കാര്യം പറഞ്ഞല്ലോ. എന്തായാലും നെക്സ്റ്റ് ടൈം ഇത് ഞാൻ അലൗ ചെയ്യുന്നതല്ല. എന്തായാലും വർക്ക് ചെയ്തോ. എടോ, കണ്ടുപിടിക്കുക. അങ്ങനെ വേണം ആൾക്കാരെ കഴിഞ്ഞാൽ. ഒരു തെറ്റ് പറ്റി അത് അംഗീകരിക്കാൻ പഠിക്കണം. അവള് ലേറ്റ് ആയി വന്നു, അതിനുള്ള ജെനുവിനായിട്ട് റീസണും പറഞ്ഞു. എംപ്ലോയീസ് ആയാലും അതുപോലെ വേണം. തെറ്റ് പറ്റുന്നതല്ല, അത് അംഗീകരിക്കാൻ മനസ്സും കൂടി കാണിക്കണം. അതെങ്ങനെ ചെയ്യുന്ന ജോലിയോട് കുറച്ചും കൂടി ആത്മാർത്ഥത വേണം. അത് അവക്കുണ്ട്, പക്ഷെ നിനക്കൊന്നും അതില്ല. വല്ലപ്പോഴും അതൊക്കെ അവിടെ നിന്ന് കണ്ടുപിടിക്കും. ഒരു പക്ഷെ നമ്മളൊക്കെ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്തൊരു വേർഡായിരിക്കില്ലേ ഈ കണ്ടുപിടിക്കുക. അവരെ കണ്ടുപിടിക്കുക, ഇവരെ കണ്ടുപിടിക്കുക, അവർ ചെയ്യുന്നത് നോക്ക്, ഇവർ ചെയ്യുന്നത് നോക്ക്. ഈ കമ്പാരിസൺ എന്ന് പറഞ്ഞ സാധനം പറയുന്നവർക്ക് ഏറ്റവും എളുപ്പവും കേൾക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെയായിരുന്നു ആദ്യത്തെ പ്രശ്നം.
ചെറുപ്പം തൊട്ടേ കമ്പാരിസൺ കേട്ട് വളർന്ന ആദിനെ സംബന്ധിച്ചിടത്തോളം അവനെ ആരെങ്കിലും വെച്ച് കമ്പയർ ചെയ്യാനുള്ളത് അവനെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ചെറുപ്പത്തിൽ ചേച്ചിനെ വെച്ചിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ വർക്കിംഗ് പ്ലേസിൽ വന്നപ്പോൾ ദീപ്തിനെ വെച്ചിട്ട്. സത്യം പറയുകയാണെങ്കിൽ ആ ഓഫീസിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ ആദ്യം തന്നെയായിരുന്നു. പലവട്ടവും ദീപ്തിന്റെ വർക്കും കൂടി അവരെ ബോസ് ആദ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. എന്നിട്ടും ഒരൊറ്റ ദിവസം, അതും അവൻ പറഞ്ഞിരുന്ന റീസൺ ജെനുവിൻ ആയിട്ട് പോലും അതുപോലും അയാൾ അംഗീകരിക്കാതെ ദീപ്തിനെ വെച്ച് അവനെ കമ്പയർ ചെയ്തപ്പോൾ ദീപ്തിനോടുള്ള ആദിന്റെ ദേഷ്യം വീണ്ടും വർദ്ധിച്ചു. ആദിലക്ഷ്മി, ഐശ്വര്യ, ഒന്നോടെ നിന്നേ. എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ആക്സിഡന്റ് പറ്റിയെന്നൊക്കെ ഐശ്വര്യ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നല്ലോ. നീ എപ്പോഴാണ് വിളിച്ചു പറഞ്ഞത്? അത് ലേറ്റ് ആവുന്നതുകൊണ്ടപ്പോൾ ഞാൻ മുൻകൂട്ടി പറഞ്ഞതായിരുന്നു. അത് മാം, അത് ചെറുതായിട്ട് ബസ്സൊന്ന്. എന്നിട്ട് രണ്ടുപേർക്കും വല്ലതും പറ്റിയോ? ഇല്ല, ഞങ്ങൾ ഓക്കെയാണ്. ആദിലക്ഷ്മി നേരം എന്തായിരുന്നു ലീവ്? മാം, അത് സുഖമല്ലായിരുന്നു. ഓക്കെ. പിന്നെ ഇപ്പം ഞാനൊന്നും പറയാത്തതും ഒരു ആക്ഷൻ എടുക്കാത്തതും നിങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നല്ല എംപ്ലോയീസ് ആയതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്നതും ലേറ്റ് ആയി വരുന്നതും നല്ലതല്ല. കാരണം നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഇന്റേൺസ് ആണ്. അത് നിങ്ങളെ ഇന്റേൺഷിപ്പിനെ ബാധിക്കും. മനസ്സിലായല്ലോ? എന്നാ ഓക്കെ തോ. ദീപ്തി, താൻ കുറെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. താൻ വല്ലാതെ ടയേർഡ് ആയിട്ടുണ്ട്. ഐ തിങ്ക് തനിക്ക് റെസ്റ്റ് വേണം. ഇല്ല സർ, കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. ദീപ്തി, കം ടു മൈ ക്യാബിൻ. കുറച്ച് റെസ്റ്റ് എടുക്കണോ? സർ വേണ്ട, എനിക്ക് കുറച്ചുകൂടി വർക്ക് പെൻഡിങ് ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല. തന്റെ വർക്ക് ആദികൃഷ്ണ ചെയ്തോളൂ. ഞാനോ? ഞാൻ എന്തിനാ അവളെ വർക്ക് ചെയ്യണം? എനിക്കത് എന്റെ വർക്കാണ് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ആദികൃഷ്ണ, ഡു വാട്ട് ഐ സേ. ഇതെന്താണത്? തെറ്റ നോക്കിയാൽ കൊണ്ടല്ലോ അവളെ വർക്ക് എന്റെ തല കെട്ടി വെക്കുന്നത്. എനിക്ക് ഉള്ളി വരുന്നുണ്ട്. എടി ഐഷു, ആമി, നിങ്ങൾ എന്താണ് അറിഞ്ഞോ? നമ്മുടെ നാൻസിയും ബോസും തമ്മിൽ എൻഗേജ്മെന്റ് മുടങ്ങി. ആണോ? എന്താ പറ്റി? ഒന്നും പറഞ്ഞടി, അയാൾക്ക് വേറെ പെണ്ണിന്റെ അഭിജിത്ത് ഉണ്ടായിരുന്നു. നാൻസി കൈയോടെ പൊക്കി. പാവ അവള് വന്ന് റിസൈൻ ചെയ്ത് പോവാന്ന് പറഞ്ഞു. പക്ഷേ കഷ്ടായി പോയിട്ടോ. വല്ലാത്ത കഷ്ടായി പോയി. എന്തായാലും ഞാൻ തരല്ല, എല്ലാവരും അറിയിച്ചിട്ട് വരാം. അയാളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു അഭിഞ്ഞ സാധനാന്നുള്ളത്. ആരടി? നമ്മുടെ ബോസ് പെണ്ടി. എന്നാലും 5 വർഷത്തെ റിലേഷൻഷിപ്പ് അയാൾ അത്ര പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചത്. ഒരു കരിവേപ്പില പോലെ അവളെ ഉപേക്ഷിച്ചത്. അയാൾ കത്തുകൊള്ളില്ല റിലേഷൻഷിപ്പ്. അതിപ്പോ അയാളോട് വെച്ച് നോക്കണ്ടേ? ചോദിക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ ഇവമാരൊന്നും വിശ്വസിക്കാനേ കൊള്ളില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ആംബുലൻസിലത് വിശ്വസിക്കാത്ത വർഗങ്ങൾ. ഐ ഹേറ്റ് ബോയ്സ് ബട്ട് ഐ ലവ് ബോയ്സ്. അല്ല, ഞാൻ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കും. ഞാൻ എന്താ അവളെ അടിമേ? ആരുടെ? എടാ ദീപ്തിന്റെ. ആ പെണ്ണിന്റെ വർക്ക് മൊത്തം എപ്പോ നോക്കിയാൽ ഞാനാ ചെയ്യേണ്ടി. ഇവക്ക് എന്താ കയ്യും കാലൊന്നും ഇല്ലേ? ശമ്പളം കറക്റ്റ് വാങ്ങല്ലോ. എന്നാ പിന്നെ സാലറി കൂടി എനിക്ക് തരാൻ പറ. എടാ അതിപ്പോ ആ ബോസ് അയാള് തന്നെ ഏൽപ്പിക്കുന്നതല്ലേ. എന്ത് ഏൽപ്പിക്കുന്നത്? അതൊക്കെ അവളെ അടവാണ്. എന്നാ പിന്നെ ഒരു വർക്കും ചെയ്യണ്ടല്ലോ. ഈ പെമ്പിള്ളാരെന്ന് പറഞ്ഞ വർഗം തന്നെ എങ്ങനെ ഒരു പണി എടുക്കൂല. ഇന്നലൊക്കെ നമ്മളെ തല കെട്ടി വെക്കാൻ നോക്കുക. എനിക്ക് സാധനങ്ങളെ കണ്ണിന്റെ നിലക്കുണ്ടോ? ഐ ഹേറ്റ് ഗേൾസ് ബട്ട് ഐ ലവ് ഗേൾസ്. നീ ഇങ്ങനെ കണ്ണൂറ്റി പഠിപ്പിക്കൊന്നും വേണ്ട. നീ നിന്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നീ നോക്കിക്കോ, എൻ്റെ ലൈഫിലേക്ക് ഒരിക്കലും ഒരു പെണ്ണ് വരും. അതോടുകൂടി എൻ്റെ ലൈഫ് തേഞ്ഞ് നശിപ്പിച്ച് ഒന്ന് ആലോചിച്ച് വരും. എടാ നീ അങ്ങോട്ട് പോണേ. ഫുഡ് ഇങ്ങോട്ടൊക്കെ നടന്നു വരില്ല. അത് നമ്മൾ പോയിട്ട് എടുക്കണം. അത് എടുക്കാൻ വേണ്ടി പോവാ. വേണമെങ്കിൽ വാടാ. ആമി, നീ എനിക്കും കൂടുതൽ ഫുഡ് വാങ്ങിച്ചോട്ടോ. ഞാൻ പോയിട്ട് കുടിക്കാൻ നീ എടുത്തിട്ട് വരാം. നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് മതി. ഓക്കെ. എടി നോക്ക്, ആ ചിക്കൻ പൊടിച്ചനാകെ ഒന്നുള്ളൂ. ബാഗ് എടുത്തോട്ടോ. അതൊക്കെ ഞാൻ എടുത്തോളാം. നീ പോയി സാധനം വാങ്ങിക്കോ. എന്റെ ചിക്കു. ഈ ചിമ്പാൻസി എവിടെ നോക്കിയാലും ഉണ്ടാവല്ലോ. ഈ അളവലാതി ഇവിടെ എത്തിയോ? അതെ, ഇതെന്റെതാ. തന്റെ പേരെന്തായാലും എഴുതി വെച്ചിട്ടില്ലല്ലോ. ആ പേരെന്ന് എഴുതി വെക്കണം. ഞാനത് ആദ്യം എടുത്തത്. അത് ഞാനാണ് ആദ്യം എടുത്തത്. അത് നീ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. തൽക്കാലത്തേക്ക് എനിക്ക് പോയി പറയാൻ സൗകര്യമില്ല. വേണമെങ്കിൽ താൻ പോയി പറഞ്ഞു. ഇങ്ങോട്ട് കൊണ്ടോ അത്. അങ്ങനെ പിന്നെ 1 പറഞ്ഞ് 2 പറഞ്ഞ് ആ ചിക്കന് വേണ്ടി പൊരിഞ്ഞടി. അതോടുകൂടി ആ ക്യാൻറ്റീൻ തലകീഴ മറച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അവർക്ക് രണ്ടുപേർക്ക് ആ ചിക്കൻ കിട്ടാൻ വേണ്ടതല്ല, പക്ഷെ പരസ്പരം തോറ്റു കൊടുക്കുക എന്നുള്ള ഭാഷയായിരുന്നത്. എന്താടി ഇനി നീ എന്താക്കൂ? എന്നാ പിന്നെ ചിക്കൻ മാത്രമാണ്. ഇനി ടൊമാറ്റോ സോസ് ഉണ്ടാ പിടിച്ചോ.
നമ്മൾ രാവിലെ കണ്ടതല്ലായിരുന്നോ? ആ ആ അതെ അതെ. ഓ, രാവിലെ കണ്ടപ്പോൾ തന്നെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ലായിരുന്നു. നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്? ആ അതെ, ഞങ്ങൾ ഇവിടുത്തെ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള കമ്പനിയിലാണ്. ഞങ്ങളും ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. പക്ഷെ ക്യാൻറ്റീനിൽ അങ്ങനെ കാണാറില്ലല്ലോ. അത് ഞങ്ങളുടെ ലഞ്ച് ബ്രേക്ക് ഈ ടൈമിലല്ലായിരുന്നു, ഇപ്പം ഇങ്ങോട്ടേക്ക് ആക്കിയതാണ്. അതാണ് ഇപ്പം കാണാൻ പറ്റിയത്. ഇയാളുടെ പേരെന്താണ്? ഐശ്വര്യ. എൻ്റെ പേര് ജിതിൻ. എനിക്കറിയാം, ജോന്റെ ബ്രദറല്ലേ? ജോൻ അറിയോ? ആ, ഞാൻ ജോന്റെ ഫ്രണ്ടാണ്. അതാണ് തന്നെ കണ്ടപ്പോൾ തൊട്ടിട്ട് എവിടെയോ കണ്ടുപരിചയം ഉണ്ടല്ലോ തോന്നി. അവളെ ഫോണിൽ കണ്ടതായിരിക്കും. ആ, മേ ബി ആയിരിക്കും. എടീ നിൽക്കണോ മുടയക്ഷി, എന്നിട്ട് അന്തി അടി. അയ്യോ, അത് അവരല്ലേ? ഇനി ഒരു പോലീസ് സ്റ്റേഷനിൽ കയറാൻ വയ്യ. അതിന്നോ കിസ്സ. നമ്മുടെ മുന്നിൽ അടിയുണ്ടാക്കിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് രണ്ടിന്റെ പണിതാണോ? എടാ ജിത്തു, കമ്പ്യൂട്ടറിൽ പറയാതെ പേപ്പറിൽ പഠിച്ചെടുക്കണോ, എനിക്ക് പെട്ടെന്ന് മൂക്ക് കടിച്ചെടുക്കും. ഇതെന്ത് ഏലിയൻ ലാംഗ്വേജോ ഇപ്പം നീ പറയുന്നത്? അയ്യോ, എടി ആമി, നീ എന്താണ് കാണിക്കുന്നത്? വിടടി, വിട്. അയ്യാ, എടാ ഇവിടെ ഞാൻ വിചാരിച്ച മാതിരിയല്ലടാ, എൻ്റെ മൂക്ക് പോയടാ. എടാ, അതൊരു പേപ്പട്ടിൻ്റെ ജന്മടാ. എൻ്റെ മൂക്ക് അവിടെ തന്നെ ഉണ്ടോടാ? എടാ വേദനിച്ചിട്ട് വയ്യ. ഈ അലവലാതെയുണ്ടല്ലോ. അതെ അതെ അതെ, സാറ് പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ. ഇനിയും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നാല് തെളിയാത്ത കേസ് തലയെ കെട്ടിവെക്കും, സെല്ലിലടയ്ക്കും. എന്തിനാ വെറുതെ? ആമി, നീ എന്ത് പണിയാണ് കാണിച്ചത്? നീ എന്താ പട്ടിക്കൂട്ടു അവിടെ മൂക്ക് കടിച്ചെടുക്കാന്? ഒരു സോറി പറഞ്ഞേ. അയ്യടാ, എന്റെ പട്ടി സോറി പറയും. അല്ലെങ്കിൽ ആർക്ക് വേണേ മര്യാദ സോറി, എനിക്കുള്ള സോറി ഒന്നും വേണ്ട. പക്ഷെ നീ ചെവിന്ന് വിളിക്കോ? ഇതിനുള്ള പണി നിനക്ക് ഞാൻ ഒരു ദിവസം തന്നിരിക്കും. ആ ലേറ്റിന്റെ പണി തന്നെ തന്നിരിക്കും. ഉവ്വ, കാണാം. ഹലോ വിഷ്ണു, എടാ നീ എവിടാടാ? രണ്ടാഴ്ചയായി തന്നെ കണ്ടിട്ട്, വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. എടാ ഞാൻ കമ്പനീൻ്റെ ആവശ്യം പുറത്തായിരുന്നു, അതെനിക്ക് ഫോൺ എടുക്കാൻ പറ്റാതെ പോയത്. ആണോ? ഞാൻ ഇപ്പോൾ തിരിച്ച് നാട്ടിലോട്ട് ഞാൻ വന്നോടുക്കാണ്, ട്രെയിനിലാണ്. എന്നാ നീ ദിവസം ഫ്രീ ആയ ശേഷം വിളിക്കേണ്ടി. ചേച്ചി പ്ലീസ്, ചേച്ചി പ്ലീസ്, ഒരു 50 രൂപന്റെ കുറവല്ലുള്ളൂ. ഒരു 50 രൂപ ചേച്ചിക്ക് ഡിസ്കൗണ്ട് തന്നാലെന്താ? എനിക്കത് അത്ര ഇഷ്ടമായതുകൊണ്ടോ? എന്നെ പൊண்ணു കൊച്ചേ, അത് ആകെ 200 രൂപ ഉള്ളൂ. അത് നിനക്ക് ഞാൻ ഡിസ്കൗണ്ടും കൂടെ തന്ന് വിറ്റാലേ എനിക്കത് മുതലേ വെക്കൂല. കാശിനെ വാങ്ങിച്ചിട്ട് പോ, അല്ലെങ്കിൽ എണീറ്റ് പോ. ചേച്ചി ആ ഷൂ ഒന്ന് പാക്ക് ചെയ്ത് കിട്ടോ? അയ്യോ, അത് പോയി. ഇതാവനെ? എനിക്കല്ല, ആ കുട്ടീനെ കൈമ കൊടുത്തേക്ക്. അയ്യോ, എനിക്കൊന്നും വേണ്ട. താമ വാങ്ങിച്ചോളൂ. അയ്യോ വേണ്ട, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. എന്റെ മകൾ പ്രസന്റ് കണ്ടാ മതി. പക്ഷെ എനിക്ക് ഇയാൾ അറിയില്ലല്ലോ. പക്ഷെ എനിക്ക് ഇയാളറിയാം, ഗീതു അല്ലേ? ആ അതെ, പക്ഷെ എനിക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ല, മനസ്സിലായിട്ടില്ല നിങ്ങളെ. വർഷം കുറച്ച് കഴിഞ്ഞില്ലേ, അതായിരിക്കും മറന്നു പോയിട്ടുണ്ടാവുക. എൻ്റെ പേര് അതുൽ. നമ്മൾ VHS സ്കൂളിൽ ഒരുമിച്ചാണ് പഠിച്ചത്. ആ ഇപ്പൊ ഓർമ്മ വന്നു. ഇയാൾക്ക് സുഖല്ലേ? ഓ, എനിക്ക് സുഖമാണ്. തനിക്കോ? ആ കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാ ചേട്ടോ, ചെറിയൊരു വർക്കുണ്ട്. അല്ല ഇത് അത് താൻ കയ്യിൽ വെച്ചോ. താൻ കയ്യിൽ വെക്കുന്നതാണ് എനിക്ക് കൂടുതൽ സന്തോഷം. ഇനി അതല്ല, അത് കയ്യിൽ വെക്കുന്നതുകൊണ്ട് തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ
തിരിച്ചു തന്നേക്ക്. ഇല്ല, കുഴപ്പമില്ല, ഞാൻ സൂക്ഷിച്ചോളാം. ഹലോ, ആടാ പറ. എടാ വിഷ്ണു, ഞാൻ എത്ര നേരമായി വിളിക്കുന്നത്? നീ ഫുൾ ബിസി ആയിരുന്നല്ലോ. അതെന്റെ പഴയ ഒരു ഫ്രണ്ട് വിളിക്കുന്നു, അവളോട് സംസാരിച്ചു നോക്കായിരുന്നു. എന്തായിരുന്നു കാര്യം? എടാ നീ എത്താനായോ? എത്താനായി. ഇനിയൊരു 3 സ്റ്റേഷനും കൂടി കഴിഞ്ഞാൽ ഞാൻ എത്തും. അല്ല, അപ്പം ഞങ്ങൾ പിക്ക് ചെയ്യാൻ വരും. എടാ വിഷ്ണു, നിന്നോടാണ് ചോദിക്കാൻ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വരണോന്നുള്ളത്. ഹലോ എടാ വിഷ്ണു, കേൾക്കുന്നുണ്ടോ? എടാ ഞാൻ കണ്ടുമുട്ടിയടാ, ഞാൻ കണ്ടുമുട്ടി. ആരെ? അവള് വരുന്നുണ്ടടാ, അവള് വരുന്നുണ്ട്. ആരെ വരുന്നുണ്ടെന്ന്? എന്റെ ജീവിത സഖിയടാ, ഭ്രാന്തളകി വരുന്ന വിത്തുകളെ പോലെ അവൾ അതടാ വരുന്ന. താങ്ക് യു സോ മച്ച് ബ്രോ. റോയോ? ഷേ, കൈപിടിച്ച് കയറ്റി നിർത്തായോ? എങ്ങനെ അപ്പൊ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാ? നമ്മള് ഇതിനു മുന്നേ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു, ജിത്തുവിന്റെ കൂടെ വീട്ടിൽ വന്ന സമയത്ത്. ജിത്തുവിനറിയോ? അറിയാം, എന്റെ ബ്രദർ അല്ലേ. അയ്യോ, അവന്റെ കിളി പോയ പെങ്ങളായിരുന്നു ഇത്. ഈ കോടാലിനാണ് ഞാൻ കയ്യും പിടിച്ച് കയറ്റി കൊടുത്തത്. എന്താ വിഷ്ണു? വിഷ്ണു? വിഷ്ണു അല്ല, വിഷ്ണു. എന്നാ ശരി വിഷ്ണു, കാണാം. വിഷ്ണു? ഇവള് വിളിക്കുന്നതിന്റെ കുഴപ്പമാണോ അത് ഞാൻ കേൾക്കുന്നതിന്റെ കുഴപ്പമാണോ? എന്തെങ്കിലും ആവട്ടെ. ആമി, നിന്റെ അമ്മ എങ്ങനെയാണ് സമ്മതിച്ചത് ഞങ്ങളെ കൂടെ വരാന്? ആർക്കറിയാം, ആദ്യം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു പോയിക്കോന്നുള്ളത്. പിന്നെ ഞാൻ അധികം ചോദിക്കാൻ പോയിട്ടില്ല, ചോദിച്ചത് പപ്പ മാക്ക് പോയിട്ടിക്കാളും. എന്തായാലും അമ്മ സമ്മതിച്ചല്ലോ. അല്ല, നീ പറഞ്ഞ സ്ഥലം ഏതാണ്? അതൊക്കെ ഒരു സ്ഥലാ മോളെ, കണ്ടിരിക്കുന്ന സ്ഥല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നേരത്തെ കാലത്ത് അവിടെ നിന്ന് ഇറങ്ങണം. നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് കാര്യമില്ല. അതും നാളെ തന്നെ ഇറങ്ങണം. നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ സ്ഥലം കാണാൻ നാളത്തേനേക്കാളും നല്ലൊരു ദിവസം വേറെ ഇല്ല. ഇതെന്താണത്? ഇതാണോ നീ പറഞ്ഞ ബെസ്റ്റ് പ്ലേസ്? എന്താ ഇതിനൊരു കുഴപ്പം? അടിപൊളിയല്ലേ? അടിപൊളിയോ? ഇതൊരു പുരാതന സ്ഥലം മാതിരിയുണ്ടല്ലോ. എക്സാക്ട്ലി, അത് തന്നെയാണിത്. ഇതൊരു പുരാതന സ്ഥലമാണ്. ഈ മലന്റെ മുകളിലേക്ക് ഒരു ഗുഹ ഉണ്ട്. 500 വർഷം പഴക്കമുള്ള ഗുഹാണ്. അവിടെ ഒരു മിററുണ്ട്. അയ്യേ, ആ കണ്ണടയാണോണ്ട് നീ ഞങ്ങൾ വിളിച്ചത്? എടാ പൊട്ടാതൊന്നും സാധാ മിററല്ല, മാജിക്കൽ മിററാണ്. മാജിക്കൽ മിറർ? ഇതാണോ നീ പറഞ്ഞ മാജിക്കൽ മിറർ? ഇതിലെന്താ മാജിക്കാ ഉള്ളത്? അതെനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്തോ മാജിക് ഉണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രാന്തത്തിനെ കൊണ്ട്. എടി, ഈ ഒരു കണ്ണാടി കാണാൻ വേണ്ടിട്ടാണോ നീ ഉറക്കം കളഞ്ഞ ഇവിടെ വന്നത്? എല്ലാ കാര്യം ഉണ്ടായിരുന്നു. വന്നിട്ട് 10 മിനിറ്റായി, ഇതുവരെ ഇതിന്റെ ഒരു മാജിക്കും കാണാൻ പറ്റിട്ടില്ല. പക്ഷെ മുത്തശ്ശി പറഞ്ഞതാണ് ഇതിന് മാജിക് ഉണ്ട് എന്നത്. മണ്ണാങ്കട്ട, ഈ സാധനം കാണാൻ വേണ്ടിട്ടാ നീ കുന്നും മലയും കയറ്റി ഞങ്ങളുടെ വരെ കൊണ്ടുവന്നത്. വല്ലപ്പോഴും കിട്ടുന്ന ലീവാണ്, അതാണ് അവന്റെ ഒരു ബെസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. എടാ നീ ഇങ്ങനെ ഹൈപ്പർ ആവാതെ, ഇതിനെന്തോ എന്തേനും ഇപ്പൊ അത്. ഇപ്പൊ ഇയാൾക്കെന്താ? ആരടാ? ആ ബോസ് തന്നെ. ഹലോ സാർ. സാർ, ഹലോ. അത് സാർ, ഞങ്ങൾ ലീവിലാണ്. അല്ല, അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ദീപ്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതാണ് സാർ. അത് ദീപ്തിൻ്റെതാണ്. ഓക്കെ സാർ. എന്താ കാര്യം? എപ്പോഴത്തെയും പോലെ തന്നെ ആ ദീപ്തിന്റെ വർക്ക് എന്റെ തല കെട്ടി വെച്ചിട്ട് നാളെ ഓഫീസിലേക്ക് ചെല്ലാൻ. ഇതെന്ത് കഷ്ടമാണിത്? എപ്പോ നോക്കിയാലും കാണാമല്ലോ. നീ പ്രതികരിക്കാത്തോണ്ടാ. എടാ, ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കാം? ഞങ്ങൾ ഇന്റേൺസ് അല്ലേ. അതിന് അവളും ഇന്റേൺ അല്ലേ. പിന്നെ അവക്കില്ലാത്ത എന്ത് ഇതാ നിങ്ങൾക്കുള്ളത്? എടാ നീ പോണ്ട, നാളെ എന്താ നീ പോണ്ട. സത്യം പറയട്ടെ, എനിക്ക് പെണ്ണുങ്ങളെ കണ്ട് നിരക്കണ്ടോ. പക്ഷെ ഇപ്പൊ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ദിവസം എനിക്ക് പെണ്ണായി ജീവിക്കണം എന്നുള്ളത്. എന്താണ് അമ്മ വിളിച്ചത്?
എന്തിന് എപ്പോഴും പറയാൻ തന്നെ. സത്യം പറയട്ടെ, എനിക്കിപ്പോ ശരിക്കും തോന്നുന്നുണ്ട് ആണായി ജീവിക്കുന്ന നല്ലതെന്നുള്ളത്. പെട്ടെന്ന് ആമി അത് പറഞ്ഞതും ആ കണ്ണാടിയിൽ പ്രകാശം വരാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് ആ കണ്ണാടിയിൽ ഉള്ളിലേക്കായിട്ട് പോയി. മറുവശത്ത് നിന്നും ആദിയും. ആമി ഇപ്പോൾ ജിത്തുവിന്റെയും വിഷ്ണുവിന്റെ മുന്നിലും ആദി ഐശുവിന്റെയും ജോന്റെ മുന്നിൽ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. താനാരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിച്ചിട്ടു വലിയ കാര്യമൊന്നുമില്ല, കാരണം എനിക്ക് അറിയില്ല താനാരാണെന്നത്. വൈദ്യുതി കുട്ടി പോകുന്ന പൊട്ടിമുളച്ചു വന്നു. അയ്യോ, ഈ കുട്ടി എങ്ങനെ ഇവിടെ എത്തി? അല്ല, ആദ്യം ഇവിടെ പറഞ്ഞ പോലെ തന്നെ അവരോട് പോയി. ഇതൊക്കെ ഇവിടെ നീ കേട്ടാ? നീ മറ്റേ അവളെ കൂടെയുള്ള പെണ്ണല്ലേ? ഓ, അപ്പൊ അവള് ഇവിടെ എത്തിയോ? അപ്പൊ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോ? എനിക്ക് ഉറപ്പായിരുന്നു ജിത്തു ഒന്ന് വരുന്നുള്ളത്. അപ്പൊ ഇതായിരുന്നു മാജിക്. എന്ത് എടി, ഈ കണ്ണാടി വഴി നമുക്ക് ഗുഹന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെയല്ല ഇയാളും കൊണ്ട് വന്നത്. അപ്പൊ ആമയോടെ പറഞ്ഞ പോലെ ആമയോടെ അവളിനി അപ്പുറത്തെത്തിയോ? ഹലോ, നീ ഇവിടെ എത്തിന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ഫ്രണ്ടിനോട് കണ്ടപ്പോ അവളോട് ഉണ്ട്. ആടി, അതെനിക്ക് മനസ്സിലായ കണ്ണാടിന്റെ മാജിക് അതാന്നുള്ളത്. പക്ഷെ ഞങ്ങളിപ്പോ നോക്കി ഞങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല, കണ്ണാടിനോട് കയറാൻ പറ്റുന്നില്ല. അതെന്തെങ്കിലും ആയിരിക്കും. എന്തായാലും നമുക്ക് ഗുഹന്റെ പുറത്ത് വെച്ച് കാണാം. നീ അവനെ ഓടുക. ബൈ ദ ബൈ, യുവർ സ്വീറ്റ് നെയിം പ്ലീസ്. എന്താ? ഓ, ചിന്ത, നല്ല പേര്. എന്റെ പേര് വിഷ്ണു. അതിന് അല്ല, അതിനൊന്നുമില്ല. ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നുള്ളൂ. അതിനിപ്പോ തന്നോട് ഞാൻ പറഞ്ഞേക്ക് തന്നെ പരിചയപ്പെടണമെന്നുള്ളത് കുറെ നേരം തുടങ്ങിയിട്ട്. എന്റെ പൊന്നെ, തൽപര കക്ഷിയല്ല. എന്റെ പൊന്ന് വിഷ്ണുവിന്റെ വാടക്കി വെക്ക്. വെറുതെ പെണ്ണൊക്കെ വാരിക്കൂടാൻ നിൽക്കണ്ട. ഇവളെ ആദ്യന്റെ ബാക്കിയാ. എന്ന് വെച്ചാ അവൻ വിട്ടുപോതാണെങ്കിൽ ഇത് വടയക്ഷിയെന്ന്. എന്താടി കുറെ നാളെ പിടിച്ചോണ്ട് നിൽക്കുന്നത്? ഒന്നുമില്ല, നല്ല ഹാൻസം ആണല്ലോ കാണാൻ. അതിന് അല്ല, അതിനൊന്നുമില്ല. ഇത്ര ദേഷ്യം നല്ലതല്ല. അതോ നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചോ? എന്റെ പൊന്നു ചോ, ഒന്നും മിണ്ടാതെ നിക്ക്. ഇത് മറ്റേ കേസാടി ഞാൻ പറഞ്ഞില്ലേനു അങ്ങനെ ചെടിണ്ടാക്കി. എന്റെ പൊന്നെ, അതായിരുന്നു. ഓ, കുറച്ചും കൂടെ നിന്ന് വെച്ചാൽ എന്റെ മോന്നിന്റെ ഷേപ്പ് മാറ്റിയേനെ. അവരങ്ങനെ വീണ്ടും ഗുഹയുടെ പുറത്ത് വെച്ച് വീണ്ടും കണ്ടുമുട്ടി. പിന്നെ കണ്ടുമുട്ടിയെ പറയണ്ടല്ലോ, ആമിയും ആദ്യം പരസ്പരം നോക്കി ചെറയുന്നുണ്ടായിരുന്നു. അധികം നിന്ന് അവിടെ ഒരു അടി നടക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് ജിത്തു വേഗം അവരോട് ബായി പറഞ്ഞു പോയി. എന്റെ അമ്മോ, കാലൊക്കെ വേദനായിട്ട് വയ്യ. എങ്ങനെ വേദന കണ്ടിക്കും? ആ കുന്നുമലി വന്ന് കയറിയതല്ലേ അവളുടെ റൂട്ട് കോത്തം മാജിക്. എന്താ മാജിക് കണ്ടില്ലേ? പിന്നെ കണ്ടല്ലോ, ഭയങ്കര മാജിക് ആണല്ലോ. കണ്ണാടിനുള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണതാണല്ലോ. എടാ, നീ ഇതല്ലോ വല്ല എക്സിബിഷനും പോയി. ഇതിനേക്കാൾ നല്ല മാജിക് നിനക്ക് ഞാൻ അവിടെ കാണിച്ചുതരാം. ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. അയ്യോ, കിടക്കട്ടെ. എന്റെ അമ്മേ, എന്റെ കാലുവേദനയിട്ട് വയ്യ. എന്നാലും എന്തോ ഒരു മാജിക് അതിനുണ്ടായിരുന്നല്ലോ. എന്തേലും മുത്തശ്ശി പറഞ്ഞേ. എടി, ഞാൻ കള്ളല്ല, ഞാനാടി, ഞാൻ ആമയാടി. എന്നാലും ആദ്യ നീ എന്താണ് ഈ പെൺവേഷത്തില്? എനിക്കറിയില്ലടാ. എടാ, എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. ആ കണ്ണാടിന്റെ മാജിക് എന്താണെന്നറിയോ? ബോഡി സ്വാപ്പാ. എന്താണ്?